നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. അകലാട് അഞ്ചാം കല്ലിൽ ബൈക്കും ബുള്ളറ്റും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ അകലാട് MIC റോഡിൽ താമസിക്കുന്ന നന്ദിയാണത്തിൽ 55 വയസ്സുള്ള മുഹമ്മദ് ഉണ്ണിയാണ് മരിച്ചത്. ബുള്ളറ്റ് യാത്രികരായ അകലാട് സ്വദേശി കാക്കനാട്ട് വീട്ടിൽ അൻവർ, എടക്കര മുണ്ടോത്തിൽ അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരേ ദിശയിലായിരുന്നു 2 വാഹനങ്ങളും സഞ്ചരിച്ചിരുന്നത്. ബൈക്ക് പെട്ടെന്ന് തിരിച്ചതോടെ അമിത വേഗതയിൽ വന്നിരുന്ന ബുള്ളറ്റ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മുഹമ്മദ് ഉണ്ണി മരിച്ചത്. വടക്കേക്കാട് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തൊഴിലാണ് ജീവിതമാർഗം. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിതം മെച്ചപ്പെടുത്താനായി മധുരയിൽ നിന്നും കുടുംബത്തോടൊപ്പം കേരളത്തിലേക്ക് വന്ന ഇരുളായിയെ ഈ തൊഴിൽ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടാം. മധുര സ്വദേശിയാണ് ഇരുളായി. സ്വന്തം നാടിനേക്കാൾ ഇരുളായിക്ക് ഇന്നും പരിചയം കേച്ചേരിയിലെ ഇടവഴികളാണ്. മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം കരമുട്ടിക്കാൻ 70-ാം വയസ്സിലും ഇവർ അധ്വാനിക്കുകയാണ്. കേച്ചേരിക്കാർക്കും സമീപ പ്രദേശത്തുകാർക്കും സുപരിചിതയാണ് ഇരുളായി. ആക്രി സാധനങ്ങൾ പെറുക്കാൻ കേച്ചേരിയിലെ വീടുകളിലും ഇടവഴികളിലും ഇരുളായി എല്ലാ ദിവസവും എത്തും. മെച്ചപ്പെട്ട കൂലിയും ജീവിതവും പ്രതീക്ഷിച്ചാണ് ഇരുളായി കുടുംബത്തോടൊപ്പം കേരളത്തിലെത്തിയത്. എത്ര കാലമായി ഇവിടെ വന്നിട്ട്? 37 കൊല്ലം. അപ്പോൾ എവിടെയാണ് നാട്? ഇവിടുത്തെ കേരളത്തിൽ തന്നെയാണോ? ഇവിടെ തമിഴ്നാട് മധുരയിലേ. അപ്പോൾ എങ്ങനെയാ കുറെ നാളായി വന്നിട്ട്? ഇവിടെ വന്നിട്ട് കുപ്പിവാട്ടമാക്കി സേവിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചു. ഇതോടെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇവർക്കായി. പാറന്നൂരിലെ ഇഷ്ടിക കമ്പനിയിലായിരുന്നു ആദ്യ ജോലി നോക്കിയിരുന്നത്. പിന്നീട് അതുപേക്ഷിച്ച് ആക്രി കച്ചവടത്തിലേക്ക് തിരിയുന്നു. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റുകിട്ടുന്ന തുക കൊണ്ടാണ് ഇരുളായി കുടുംബം കഴിയുന്നത്. കുടുംബക്കാരും ഭർത്താവ് മരിച്ചു. മകനുണ്ട്. മകനൊക്കെ കുടികാരൻ. ഞാനുണ്ട്. മരുമകൾക്ക് വയ്യ, ആശുപത്രിയിലെ കിടക്ക്. ഞാൻ ഒരാൾ പണിയെടുത്ത് ജീവിക്കണം. രാവിലെ 7 മണിക്ക് ഉന്തുവണ്ടിയുമായി റോഡിലേക്ക് ഇറങ്ങുന്ന ഇരുളായി 2 മണിയാകുമ്പോൾ തിരികെ എത്തും. ഒരു ദിവസം 250 അല്ലെങ്കിൽ 300 രൂപയാണ് വരുമാനമായി ലഭിക്കുക എന്ന് ഇരുളായി പറയുന്നു. രാവിലെ അപ്പൊ എപ്പോഴാ ഇറങ്ങുക? 7 മണിക്ക് ഇറങ്ങും. 2 മണിക്ക് വീട്ടിൽ എത്തും. കിട്ടുന്ന കച്ചവടം കിട്ടുന്നത് കിട്ടാറ്റി ചുമ്മാ പോകണം. ഒരു ദിവസം എത്ര കിട്ടും? ഒരു ദിവസം 200 രൂപ 250 രൂപ കിട്ടും. 250 അതും കിട്ടും. അപ്പൊ വീട്ടിലെ ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് വച്ചിട്ടും ജീവിക്കണം. മകനും ഭാര്യയും പേരക്കുട്ടിയും ഉൾപ്പെടുന്ന കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ തന്റെ വരുമാനം അനിവാര്യമാണെന്നാണ് ഇരുളായിയുടെ പക്ഷം. 250 കൊണ്ടുള്ള വരുമാനം കൊണ്ട് അതേ വരുമാനം, വേറെ വരുമാനം ഇല്ല. കൂടുതലൊന്നും കിട്ടില്ല. മകൻ കച്ചവടത്തിൽ പോകും. ഒക്കെ കുടി. മകൻ എന്ത് ജോലി ചെയ്യും? അതേ മൊക്കന്റെ കച്ചവടന്റെ ഇതേ കച്ചവടന്റെ അവൻ കൂട്ടി ഓരോ കുടി. പ്രായത്തിന്റെ ആകുലതകൾ ഇല്ലാതെ അധ്വാനത്തിന്റെ കൈമുതലായി പ്രാരാബ്ധത്തിന്റെ ഉന്തുവണ്ടിയുമായി ഇരുളായി ജീവിതം തള്ളി നീക്കുകയാണ്. തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ നടന്ന പരിപാടികൾ ഈ വാർത്താ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളാഘോഷത്തിന്റെ ഭാഗമായുള്ള നിലപ്പന്തലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. തീർത്ഥകേന്ദ്രത്തിന് മുന്നിലും മറ്റം സെന്ററിൽ സെമിത്തേരിക്ക് മുന്നിലുമായി 2 നിലപ്പന്തലുകളാണ് ഒരുങ്ങുന്നത്. പന്തൽ നിർമ്മാണ രംഗത്ത് 3 പതിറ്റാണ്ടിലേറെ പ്രവൃത്തി പരിചയമുള്ള പാവറട്ടി സ്വദേശി ഷെമീറിനാണ് തിരുനാളാഘോഷത്തിന്റെ ഭാഗമായുള്ള പന്തലുകളുടെ നിർമ്മാണ ചുമതല. തീർത്ഥകേന്ദ്രത്തിന് മുന്നിൽ 6 നിലകളുള്ള പന്തലാണ് ഒരുക്കുന്നത്. ഈ പന്തൽ ഏകദേശം 80,000-ഓളം വൈദ്യുതി ദീപങ്ങൾ ഉപയോഗിച്ച് അലങ്കരിക്കും. സെമിത്തേരിയുടെ മുന്നിലുള്ള പന്തൽ ഏകദേശം 25,000-ലേറെ ദീപങ്ങൾ കൊണ്ടും അലങ്കരിക്കും. തിരുനാളാഘോഷത്തിനെത്തുന്ന ആയിരങ്ങളുടെ പ്രധാന ആകർഷണമാണ് നിലപ്പന്തലുകൾ. മെയ് 2-ന് തീർത്ഥകേന്ദ്രത്തിലെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിനൊപ്പം നിലപ്പന്തലുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും ഗുരുവായൂർ ACP TS സിനോജ് നിർവഹിക്കും. മെയ് 2 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിലാണ് മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87-ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ പഴമയുടെ ബാല്യങ്ങളിലേക്ക് എന്ന പേരിൽ അവധിക്കാല വിനോദ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് KR ജിൻസൺ, ലോക്കൽ മാനേജർ സിസ്റ്റർ സിദ്ധി, അധ്യാപക പ്രതിനിധി ദീപ എന്നിവർ സംസാരിച്ചു. പഴയകാല വിനോദ പരിപാടികളായ സ്നേഹഭ്രാന്തി, 100-ാം കോൽ,
കൊത്തംകല്ല്, കള്ളനും പോലീസും, തൂപ്പുകളി തുടങ്ങിയ കളികളിൽ വിദ്യാർത്ഥിനികൾ ഏർപ്പെട്ടു. മുൻ തലമുറകളുടെ ബാല്യകാല വിനോദങ്ങൾ വിദ്യാർത്ഥിനികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ്സ് ഇടവക ദേവാലയത്തിൽ യൗസേപ്പിതാവിന്റെയും കന്യകാമറിയത്തിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. വേസ്പര, കൂടുതുറക്കൽ, പ്രസിഡന്റ് വാഴ്ച എന്നീ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ ചിയ്യാരം സേവനാലയം പള്ളി വികാരി ഫാദർ സാജൻ മാറൂക്കി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭക്തിസാന്ദ്രമായ കൂടുതുറക്കൽ ശുശ്രൂഷയും ദേവാലയം ചുറ്റിയുള്ള പ്രദക്ഷിണവും നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ലിയോ പുത്തൂർ കാർമ്മികനായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ കോന്നിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയ്സൺ കാഞ്ഞിരംപാറയിൽ തിരുനാൾ വചന സന്ദേശം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ജീസ് അക്കരപ്പറ്റിയേക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയും വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഫാൻസി വെടിക്കെട്ടും നടക്കും. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ ലിയോ പുത്തൂർ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അന്തിക്കാട് മാത്യു ജോൺസൺ, കൈക്കാരന്മാരായ അന്തിക്കാട് ഫ്രാൻസിസ് വിൽസൺ, ആളൂർ ഔസേപ്പ് ലേവി, ചെറിയത്ത് ആൻസൺ സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. മലയാളി യുവാവ് അഷ്റഫിനെ സംഘപരിവാർ ആൾക്കൂട്ടം തല്ലിക്കൊന്നതിൽ പ്രതിഷേധിച്ച് SDPI പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറ സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് മുസ്ലിങ്ങൾക്കു നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്ക് തടയിടാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ രാജ്യത്തിന്റെ തെരുവുകളിൽ RSSനെ പിടിച്ചുകെട്ടാൻ SDPI മുന്നോട്ട് വരുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രകടനത്തിന് പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്കറിയ പൂക്കാട്ട്, സെക്രട്ടറി റാഫി ലത്തയിൽ, വൈസ് പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ, ട്രഷറർ ആഷിൽ പാണക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന പ്രമേയത്തിൽ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനവിക സദസ്സ് നടത്തി. ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. TT ശിവദാസൻ, ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, NK അക്ബർ MLA, MR രാധാകൃഷ്ണൻ, AH അക്ബർ, TV സുരേന്ദ്രൻ, PS അശോകൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നെന്മിനി ശ്രീ ബലരാമ ക്ഷേത്രത്തിൽ ബലരാമ ജയന്തി ആഘോഷിച്ചു. ഏപ്രിൽ 21 മുതൽ ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം, അഷ്ടപതി, പ്രഭാഷണം, കഥാപ്രസംഗം, സംഗീതസന്ധ്യ, ഭരതനാട്യം, കളരിപ്പയറ്റ്, ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ബലരാമ ജയന്തിയോടനുബന്ധിച്ച് രാവിലെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സപ്തശുദ്ധി കലശാഭിഷേകം നടന്നു. ഗുരുവായൂർ വിമലിന്റെ നേതൃത്വത്തിൽ ആൽത്തറമേളവും ഗജവീരന്മാരുടെ അകമ്പടിയോടെ തിടമ്പെഴുന്നള്ളിപ്പും ഉണ്ടായി. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ വരവു പൂരങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പിറന്നാൾ സദ്യയും ഒരുക്കിയിരുന്നു. ക്ഷേത്രസമിതി പ്രസിഡന്റ് P പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത്, ജോയിന്റ് സെക്രട്ടറി SV ഷാജി, മറ്റംഗങ്ങളും നേതൃത്വം നൽകി. തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും നടത്തി. വിശദാംശങ്ങളിലേക്ക്. INTUC കുന്നംകുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണനെ പതാക കൈമാറി റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. INTUC ജില്ലാ സെക്രട്ടറി KV ഗീവർ, DCC സെക്രട്ടറി ബിജോയ് ബാബു, ഷാജി അലിക്കൽ, CK അശോകൻ, ഷാജു ചിറ്റണ്ട, സക്കറിയ കാട്ടകമ്പാൽ, സജീഷ് വെയിലൂർ, MM സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. രാവിലെ 9:30 കുന്നംകുളം ഇന്ദിരാഭവനിൽ നിന്നാരംഭിച്ച് ടൗൺ ചുറ്റി ഇന്ദിരാബാദിൽ സമാപിച്ചു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി നടത്തിയ റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. സംയുക്ത തൊഴിലാളി യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുവട്ടൂരിൽ നിന്നാരംഭിച്ച ബാൻഡ് മേളത്തോടെയുള്ള മെയ്ദിന റാലി നഗരം ചുറ്റി ഗുരുവായൂർ കിഴക്കേനടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ട്രഷറർ ലതാചന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ്, പ്രസിഡന്റ് KM അലി, AM സതീന്ദ്രൻ, CV ശ്രീനിവാസൻ, PK രാജേശ്വരൻ എന്നിവർ സംസാരിച്ചു. മണലൂർ മണ്ഡലം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ നടന്ന പരിപാടി CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. സണ്ണി വടക്കൻ അധ്യക്ഷത വഹിച്ചു. CK വിജയൻ, VG സുബ്രഹ്മണ്യൻ, TI ചാക്കോ, PG സുബിദാസ്, CG മോഹൻദാസ്, MK സദാനന്ദൻ, PK കൃഷ്ണൻ, VR മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം INTUCയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായ സമ്മേളനം DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യൂണിയൻ ഭാരവാഹികൾ OS വാസുദേവൻ, സലാം വലിയകത്ത്, കോൺഗ്രസ് നേതാക്കളായ സജീവൻ ചാത്താനത്ത്,
മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചിറമനേങ്ങാട്, ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, യൂണിയൻ രക്ഷാധികാരി MP സിജോ തുടങ്ങിയവർ സംസാരിച്ചു. INTUC സെക്രട്ടറി അക്ബർ അലി സ്വാഗതവും യൂണിയൻ ലീഡർ OK വിജയൻ നന്ദിയും പറഞ്ഞു. STU ഗുരുവായൂർ മോട്ടോർ ആൻഡ് എഞ്ചിനീയർ വർക്ക്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നടത്തി. അകലാട് ബദർപള്ളി പരിസരത്ത് വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. SDU തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KK ഇസ്മായിൽ, പുന്നയൂർ യൂണിറ്റ് സെക്രട്ടറി KB ഫാറൂഖിന് മെമ്പർഷിപ്പ് നൽകി വിതരണം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മോട്ടോർ എഞ്ചിനീയർ യൂണിയൻ തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൾ സലീം കുന്നമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി വാപ്പു പൂവാങ്കര, ഹനീഫ ഓളങ്ങാട്, അക്ബർ, നിയാസ്, നവാബ്, ഫൈസൽ, സിനാൻ എന്നിവർ സംസാരിച്ചു. തണ്ണിമത്തൻ കൃഷി ചെയ്ത് മാതൃകയായ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് മെമ്പർ മുജീബ് റഹ്മാനെ K കരുണാകരൻ ഫൗണ്ടേഷൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. K കരുണാകരൻ ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ ഷാഹുൽ പള്ളത്തിന്റെ അധ്യക്ഷതയിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരായ ആലി വടക്കയിൽ, അലവി കിഴക്കൂട്ട് എന്നിവർ ചേർന്ന് പൊന്നാടി അണിയിച്ചു. മന്നലങ്കുന്ന് കരുണാഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഫഹദ് അകലാട്, നോബി പടിഞ്ഞാപ്പുറത്ത്, ഉമ്മർ തേച്ചൻ പുരയ്ക്കൽ, യൂസുഫ് തണ്ണിതുറയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. ജനറൽ കൺവീനർ സുൽത്താൻ മന്നലങ്കുന്ന് സ്വാഗതവും ഷഹീർ പടിഞ്ഞാറയിൽ നന്ദിയും പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.